ക്യൂബിറ്റ് പ്രൊഡക്ഷൻസ് ലിമിറ്റഡ് അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഒന്നുമില്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ കല്യാണം 100% ഗ്യാരണ്ടി. എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. 100% സക്സസ് റേറ്റ്. സത്യം പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന കാണുന്നില്ലേ, ടീച്ചേഴ്സിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല വേറൊരു സ്ഥാപനത്തിലാണെങ്കിൽ. സാറിന് കണ്ടാൽ ഒരു 18 പറയാ. എങ്ങനെയാണ് ജോലി കിട്ടിയേ? ക്യൂബിറ്റ് കമ്പനി ലിമിറ്റഡിന്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഞങ്ങളെ കുറച്ച് പ്രൊഡക്ഷൻ യൂണിറ്റുകളുമായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി, നാടകത്തിനുള്ള സമയമായി. ക്യൂബിറ്റ് പ്രൊഡക്ഷൻസ് ലിമിറ്റഡ് അവതരിപ്പിക്കുന്ന പുതിയ നാടകം വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അതെന്താണ് മ്യൂസിക്? ഞാൻ കഥ പറയുമ്പോ മ്യൂസിക് നീ ഇടണ്ട, ഞാൻ പാടാം. ചട്ടനേ. നമ്മള് തുടക്കത്തിൽ നമ്മള് ചായക്കടയിലായിരുന്നു കോഴിക്കോട്. എനിക്ക് ജീവിതത്തിൽ ഇത്ര നാൾ ഒരു ചായ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഗോപിയ മിസ്സേ? എനിക്കൊരു കുന്തോ വാങ്ങിച്ചു തന്നിട്ടില്ല. ഒരു സ്പെഷ്യൽ ചായ ഈശിപൂശിയായി. അല്ല, ഞാൻ നിങ്ങളുടെ ചായ കൂടി നിർത്തുന്നുണ്ട്. ഇവനെ ഞാൻ കർണാടകയിലേക്ക് കെട്ടിക്കാൻ പോവാ. ജോലി കിട്ടി. എന്നിട്ടും ഇവൻ കോഴിക്കോട് ചുറ്റിപ്പറ്റി അടക്കാണ്. എന്നെ കൊണ്ടുപോവല്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ. കൊറേ ചായ കുടിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യൂബിറ്റിന്റെ ഒരു മാട്രിമോണിയൽ കൂടി തുടങ്ങാനുള്ള ഒരു യോഗം മിക്കവാറും ഇതോടുകൂടി ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. അല്ല, ക്യൂബിറ്റിന്റെ മാട്രിമോണി തുടങ്ങുന്നത് ഏറ്റവും എളുപ്പാ. സമയം കഴിഞ്ഞിട്ടുണ്ട്, തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മള് വേറൊരു സ്ഥാപനമായിട്ട് തുടങ്ങിയാൽ മതി. ഒരു മാട്രിമോണി തുടങ്ങാൻ പറ്റുന്നത്. അല്ല, ക്യാപ്ഷൻ കൊടുക്കാൻ നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ കല്യാണം ഉറപ്പ്, 100% ഗ്യാരണ്ടി. എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. 100% സക്സസ് റേറ്റ്. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ റോൾഡ് ഗോൾഡ് നടത്തണ്ട. നീ ചെയ്തോടാ ബി. മുതലാളി, നിനക്കിപ്പം സത്യത്തില് ഇവിടെ വന്നു, നീ എനിക്ക് ഒന്ന് 1.5 വർഷം 2 വർഷം ഉണ്ടാവും അല്ലേ? ഒരു വർഷം നിനക്ക് എന്ത് ഫീൽ ചെയ്തു ശരിക്കും ക്യൂബിറ്റിന്റെ ക്ലാസ് മനസ്സിൽ തൊട്ട്? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഉണ്ടാ അജോ സാറിനെ വിളിച്ചിട്ടില്ലോ. റെസ്പെക്ട് അതുപോലെ റെസ്പെക്ട് ഇല്ലാന്നല്ല കേട്ടോ. അതെന്തിനാടാ ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. എപ്പോഴും സാറേന്ന് വിളിക്കുന്നതിനേക്കാളും അതെ, സാറിന് അത് ഇഷ്ടമാണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആ ഏറ്റവും അങ്ങനെ വന്നതല്ല സത്യത്തില്. ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഒരേപോലുള്ള പിള്ളേർ അങ്ങനെ വിളിച്ചു പോയി. പിന്നെ അടുത്ത തലമുറ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അതിപ്പോ എല്ലാരും അങ്ങനെ വിളിച്ചോണ്ടിരിക്കാണല്ലോ അല്ലേ? വിളിപ്പേര് വിസിറ്റിംഗ് കാർഡിൽ അച്ചടിച്ചു വെച്ച് എല്ലാവരുടെയും ഏട്ടനായി സ്വയം അങ്ങ് പ്രഖ്യാപിക്കുന്ന ഒരു കള്ളത്തരവില്ലേ? നിങ്ങൾ 60 വയസ്സാൽ നിങ്ങളെ രൂപേഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ എനിക്ക് സഹിക്കൂല. നിനക്ക് അസൂയ ഉണ്ടാവും, എനിക്കറിയാം. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. എന്നെ കണ്ട പിന്നെ പ്രായം തോന്നിട്ടില്ലല്ലോ അല്ലേ? അതൊരു ഗസ്സാക്കാട്ടോ. എന്റെ പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഫലൂഡ 34. വെറുപ്പിക്കല്ലേ അവര് പറയട്ടെ. കുറച്ച് കൂടുതലായി. 35. ഇതെന്താണ് അസെൻഡിങ് ഓർഡർ? നമ്പർ എത്രയാ? നീ എന്തേലും നിനക്ക് അല്ലെങ്കിൽ എന്നോട് കുറച്ച് ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. ഒരു 45 വരെ പോയാലോ? ഒരു 38. സാറിന് കണ്ടാൽ ഒരു 18 പറയാ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പക്ഷേ അറിയാ 45. നിനക്ക് എങ്ങനെയാ ജോലി കിട്ടിയേ? വെരി ഗുഡ്. എടാ, എന്റെ പ്രായം വീഡിയോയിൽ കൊടുക്കല്ലടാ. ആരും അറിയില്ല മല്ലയ്യ. ഇതിപ്പോ മറ്റേ ആളെ പോലെ ഞാനും ഏറി പോകും തോന്നുന്നു. ഇവിടെ സുന്ദരി ടീച്ചേഴ്സ് ഉണ്ടോ? ആണോ? ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ചോദിക്കും ഒന്ന് പറയും. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം.
ഈശ്വര എന്തൊരു ചൈതന്യം. എങ്കിൽ അടുത്തത് പറയാൻ പറ്റാത്ത അത്രയും തവണ ചോദിച്ചോണ്ടേ സബ്ജക്ട് മാറിയതേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പൊ ഒരു കാര്യം പറ്റില്ല. നീ ഒന്നും പണയണ്ട. എന്നെ പേടിക്കാനുള്ള റീസൺ പറയോ? ക്ലാസ്സിൽ ഇപ്പൊ സാറിന്റെ മുടിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അതാണ്, വേറെ ആർക്കില്ല. സാറിനാണ് അത് വേറൊരു സത്യം കൂടി പറയട്ടെ. മൂപ്പര് കളരി എന്ന് പറയുന്നുണ്ട്. കളരിയില്ലല്ലോ. എന്തായാലും പേടിക്കാനുള്ള റീസൺ എന്തോന്ന് പറയാവോ? നേരത്തെ വന്ന് വാച്ച് ഊരി വെച്ചോ? പറയാൻ വരുമ്പോ വാച്ചൊക്കെ ഊരി അവിടെ വെക്കും. നമ്മളായിരിക്കും തല്ലുവോ? അത് നരസിംഹം കണ്ടതിന്റെ ഹാങ് ഓവർ. നരസിംഹം കണ്ടിട്ട് വന്നതിന്റെ പിറ്റേ ദിവസമായിരിക്കും. മാസൈറ്റം പോലെ മോനെ ദിനേശ, ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെ എന്തോ കാണിക്കുന്നത്? അല്ല, ആ വാച്ച് തൊടുമ്പോ എന്താ വെച്ചാലേ അപ്പൊ പിള്ളേർ തന്നെ സമ്മാനിക്കും. അപ്പൊ വെറുതെ അതൊന്ന് മാറ്റി വെച്ചേക്കുന്നത് വാച്ച് ഊരിയാ എല്ലാരും ഇപ്പൊ വഴക്ക് കിട്ടും. കിട്ടും. ഇന്ന് കുഴപ്പമില്ല. 3 മോഡ് ഉണ്ട് എന്നല്ലേ വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം. അതെ, നോർമൽ മീഡിയം ഹൈ എന്ന് പറഞ്ഞിട്ട്. അല്ല, ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മോഡായിരുന്നു, ഇന്റർവ്യൂ മോഡിൽ ഉണ്ടായിരുന്നത്. അല്ല ഇന്റർവ്യൂ നൈസ് ആയിരുന്നു. ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എക്സസൈസ്. 23, 24. സവേരിക്ക് എപ്പോഴേക്കും എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ടേബിൾ ചോദിക്കുമ്പോ ടേബിൾ ചോദിക്കുമ്പോ എന്നിട്ട് നീ ടേബിൾ പഠിച്ചോ ഇതുവരെ? എപ്പോഴെങ്കിലും ഇതുപോലെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ സാറ് ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ സാറ് ഞാൻ ചില ബാച്ചുകളിൽ ഇങ്ങനെ നല്ല ക്ലാസ് ഓൾറെഡി എല്ലാവരും വൈബായിരുന്നു. അത് ആരെങ്കിലും ഇങ്ങോട്ട് ചളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചളി തുടങ്ങും. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി, അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. ആ യൂസഫ് സാറിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ പിന്നെ നമ്മുടെ ലൈബ്രറിയനെയും കൂടി ഒന്ന് വിളിക്കണം. ലൈബ്രറിയൻ ആര്? ജിജി മിസ്. ആ മറ്റേ ഡയലോഗ് വേണോ? ഐക്കോണിക് ഡയലോഗ്. മിസ് തന്നെ അത് പറയണോ? എന്റെ പൊന്നു മക്കളെ, കുട്ടികളെയല്ലേ ഇങ്ങനെ നടന്നു. എപ്പോഴും നീ മൊബൈലാണ് അല്ലേ? നീ ഇവിടെ വന്നാലും ഇവിടെ വർത്താനം. ഡയലോഗ് ഒന്ന് പറയും മിസ്സേ. ഒന്ന് പറയണം. ഗോകുലെ നീ വന്നോ? നീ വന്നാ തുടങ്ങി ഇതേ സംസാരം തുടങ്ങി. നീ ഇങ്ങനെ നടന്നോ? ഒന്നും പഠിക്കണ്ടതേ അവരെ നോക്കി പഠിച്ചേ. ആ പേരില് മാത്രമേ മാറ്റുള്ളൂ. ഡയലോഗൊക്കെ ഇതന്നെ. അതെ, അല്ല മിസ്സിനെ ജിജി അമ്മ എന്നൊക്കെ വിളിക്കുന്ന ആ പറയുന്നുണ്ടല്ലോ. കൊറേ പേരുണ്ട്. കൊറേ പേരുണ്ട്. കുറെ സാരിയൊക്കെ ഇല്ലീഗലി അങ്ങോട്ട് പമ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ കുറ്റം പറയില്ല. സാരി കിട്ടിയായിരുന്നോ? ഒരു ഷർട്ട് കൂടെ ഉണ്ട്. ആരെ? നിങ്ങൾക്ക്. അപ്പൊ അത് ഞാൻ നാളെ തൊട്ട് ചീത്ത പറയാൻ തുടങ്ങുകയാണ്. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. മക്കളെ ചീത്ത പറയാൻ തുടങ്ങുകയാണ്. ഒരു ഷർട്ട് കിട്ടുമല്ലോ. അതെ. പക്ഷെ ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ബാച്ചൊക്കെ തുടങ്ങുമ്പോഴേ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു ദിവസമൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ സെറ്റാണ്. ശരി അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോളേ ഞാൻ നിങ്ങളായിട്ടൊന്നും അധികം ഇന്ററാക്ട് ചെയ്യാത്തില്ല. നിങ്ങളിപ്പോൾ തന്നെ ഞെട്ടി കാണുമല്ലോ, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പം ഞെട്ടില്ലേ? അപ്പം നമ്മൾ ക്ലാസ്സിലെ ശരിക്കും ഞാൻ ഇടയ്ക്ക് തോന്നുന്നതാണ്. കാരണം നമ്മളിങ്ങനെ പിള്ളേരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡിൽ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ടാൻ നിന്റെ വീട്ടിൽ ഞാൻ തീർന്നു. എന്നോട് പറ.